ചേച്ചി എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല, എനിക്ക് എങ്ങനെയാണ് കണ്ടേന്നുണ്ടെന്ന് അറിയില്ല, പ്രൈമർ എപ്പോഴാണ് ഇടണ്ടേന്ന് അറിയില്ല, സൺസ്ക്രീൻ എപ്പോഴാണ് ഇടണ്ടേന്ന് അറിയില്ല, ഒന്നും അറിയില്ല. ഇതൊന്നും അറിയില്ല എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നമുക്കിന്നൊരു വെഡിങ് പാർട്ടി ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് ചെയ്താലോ, അതും വളരെ ബേസിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യണേക്കാളും മുമ്പാട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, സീക്രട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണോ, ഓയിലി സ്കിൻ ആണോ, കോമ്പിനേഷൻ സ്കിൻ ആണോ, സെൻസിറ്റീവ് സ്കിൻ ആണോ, ഇതിൽ ഏതാണെന്ന് ഫസ്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് കേട്ടോ, ലൈക്ക് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ടോണർ, എക്സെട്ര എക്സെട്ര എക്സെട്ര. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ, ബിഫോർ മേക്കപ്പിന് മുമ്പാട് സ്റ്റെപ്പ് 1, നമ്മുടെ സ്കിൻ നന്നായിട്ട് പ്രെപ്പ് ചെയ്യണം. അത് നല്ലൊരു ഫേസ് വാഷ് അല്ലെങ്കിൽ സോപ്പ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിക്കോട്ടെ. ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമോക്കയുടെ കോജിക് ആസിഡിന്റെ സോപ്പാണ്. അടിപൊളി സോപ്പാണ് കേട്ടോ. എന്റെ സ്കിൻ ടൈപ്പ് വന്നിട്ട് ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. സ്റ്റെപ്പ് 2, ഒരു ഗുഡ് ടോണർ. അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച്. ഞാൻ യൂസ് ചെയ്യുന്നത് മോംസ്കോന്റെ ഗ്രീൻ ടീ ഫേസ് ടോണർ ആണ്. നല്ല അടിപൊളി ടോണറാണ് കേട്ടോ. നല്ല എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് മീൻസ് നല്ല ഹെവി എക്സ്പെൻസീവ് അല്ല, ഒരു 350. അതെനിക്ക് വലിയ എക്സ്പെൻസ് ആണ്. സംടൈംസ് ഞാനത് കഴിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് റോസ് വാട്ടർ, സാധാ നമ്മുടെ റോസ് വാട്ടർ ടോണറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷെ ടോണർ സ്കിപ്പ് ചെയ്യരുത്. സ്റ്റെപ്പ് 3, മോയ്സ്ചറൈസർ. ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്കിന്നിന്റെ ബാരിയറിനെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മോയ്സ്ചറൈസർ. അപ്പോൾ മോയ്സ്ചറൈസർ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിന്റെ ഹൈലറോണിക് ആസിഡിന്റെ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ ആണ്. ഞാൻ യൂസ് ചെയ്യണ ജെൽ ടൈപ്പ് ആണ്. പിന്നെ അത് മാത്രമല്ല ക്വിക്ക്ലി അബ്സോർബ് ആവും. പിന്നെ അത് മാത്രമല്ല മോസ്റ്റ് അഫോർഡബിൾ ആണ്. അതുകൂടി നോക്കണ്ടേ. ആൻഡ് സ്റ്റെപ്പ് 4, സൺസ്ക്രീൻ. സൺസ്ക്രീൻ ഇല്ലാണ്ട് നിങ്ങൾ പുറത്തേക്ക് പോകാൻ പാടില്ല. സൺസ്ക്രീൻ ഇല്ലാണ്ട് എങ്ങോട്ട് പോകാൻ പാടില്ല. കാരണം അതൊരു വെയിലാണ്. സൂര്യനാണെങ്കിൽ നമ്മളിങ്ങനെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കിന്നിൽ ഉണ്ടാവുന്ന മിക്ക പ്രോബ്ലംസും, പിഗ്മെന്റേഷൻ ആയിക്കോട്ടെ, അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ആയിക്കോട്ടെ, ഡിസ്കളറേഷൻ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും മെയിൻ കാരണം ഈ ഒരു UV റേസ് ആണ്. നമ്മൾ ഈ ഒരു വെയിൽ കൊള്ളുന്നതാണ്. നിങ്ങൾ എത്രയൊക്കെ വെയിൽ കൊള്ളണോ അതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആവും. സോ നിങ്ങൾ സൺസ്ക്രീൻ, അതും SPF 50+ ഉള്ളത് നിങ്ങൾ യൂസ് ചെയ്യണം. ഞാൻ യൂസ് ചെയ്യുന്നത് ന്യൂട്രജനോന്റെ സൺസ്ക്രീൻ ആണ്. SPF 50 PA+++ ഉണ്ട്. പക്ഷെ ആ സൺസ്ക്രീൻ ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നിങ്ങൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ നോക്കുക. അതിപ്പോൾ അഫോർഡബിൾ ആയിക്കോട്ടെ, എക്സ്പെൻസീവ് ആയിക്കോട്ടെ, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ടാണ് നമ്മൾ മേക്കപ്പ് ഇട്ടിട്ട് കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഈ സാരി കണ്ടു കൊടുത്തേക്കണേ, കമ്മൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പ് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ടോണറാണ് അടിക്കുന്നത്. അതിന് റോസ് വാട്ടറാണ് എടുത്തേക്കണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ പോൺസിൻ്റെ ആണ് എടുത്തേക്കണേ. നല്ലോണം മസാജ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ നല്ലോണം മസാജ് ചെയ്തിട്ട് ചെറുതായിട്ടൊരു മസാജിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. കാരണം എന്ത് കഴിച്ചാലും ഞാൻ എൻ്റെ കവിള് മാത്രമാണ് തടിക്കുള്ളൂ, മേലൊന്നും അധികം തടിക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൈമർ ഇട്ടു. ഇത് ഫിറ്റ്മീൻ്റെ പ്രൈമറാണ് കേട്ടോ, കുറേ നാളായി എൻ്റെ കയ്യിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫൗണ്ടേഷൻ ഇടാണ്. മെബിലിൻ്റെ ഫൗണ്ടേഷനാണ്. ഇതിന് വെറും 159 റുപ്പീസ് ഉള്ളൂ കേട്ടോ. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് നാച്ചുറൽ ബഫാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഹാർട്ട് ഷേപ്പിലൊക്കെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഫൗണ്ടേഷൻ എടുത്തത് കൂടിപ്പോയി. കൈ വെച്ചിട്ട് ഡാബ് ചെയ്യാം, സ്പഞ്ച് വെച്ചിട്ട് ഡാബ് ചെയ്യാം. സ്പഞ്ച് കാണാണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം വെച്ചിട്ട് ഡാബ് ചെയ്ത് വെള്ളത്തിൽ മുക്കിയിട്ട് നല്ലോണം പിഴിഞ്ഞിട്ടാണ് കേട്ടോ ഡാബ് ചെയ്യണത്. അപ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും. കൈ വെച്ച് ചെയ്യുന്നതാണ് ശരിക്കും നല്ലത്. ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷും വെച്ചും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഐബ്രോ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐബ്രോ ഫില്ല് ചെയ്യുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാട്ടോ. ഞാനപ്പോൾ ലൂസ് പൗഡർ, ബനാന ലൂസ് പൗഡറാണ് എടുത്തേക്കണത്. ഇൻസൈറ്റിൻ്റെ ആണ് എടുത്തേക്കുന്നത്. നല്ലോണം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് 156 റുപ്പീസാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ഒരു സ്പഞ്ചും വരുന്നുണ്ട്. എക്സസ് ആയിട്ടുള്ള പൗഡർ ഞാൻ അങ്ങനെ ബ്രഷ് വെച്ച് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫേസ് ഫുള്ളും സെറ്റായി. കൺസീലർ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. കൺസീലർ ഒന്നും ഇല്ലാത്തവർക്ക് ഫൗണ്ടേഷൻ വെച്ച് തന്നെ യൂസ് ചെയ്യാം. എൻ്റെ കൺസീലർ ഇല്ല, ഞാൻ പിന്നെ കൺസീലർ യൂസ് ചെയ്യാറില്ല കേട്ടോ. വാങ്ങി യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ ചുണ്ട് ഭയങ്കര ഡ്രൈ ആണ്. ഞാൻ ദേഗിയൻ്റെ ലിപ് ബാമാണ് കുറേ നാളായിട്ട് യൂസ് ചെയ്യണം. ഇത് കഴിയാറായിട്ടാണ്. ഞാൻ ഇനി തോണ്ടി വേണം എടുക്കണം. ഇതൊരു ബീട്രൂട്ട് ലിപ് ബാമാണ്. അതുകൊണ്ട് തന്നെ ചുണ്ട് നല്ല പിഗ്മെന്റഡ്, നല്ലോണം കറുത്തവർക്കൊക്കെ ഈ ഒരു ലിപ് ബാം നല്ല അടിപൊളിയാണ്. എൻ്റെ ചുണ്ട് ഭയങ്കര പിഗ്മെന്റേഷൻ ആയിരുന്നു. ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്ത് പിന്നെ കുറച്ച് ഇത്തിരിയെങ്കിലും ഭേദമുണ്ട്. അപ്പോൾ നമുക്കിനി ഐ മേക്കപ്പിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ ഞാൻ ആ ബനാന ലൂസ് പൗഡർ കുറച്ചെടുത്തിട്ട് കണ്ണുമ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ദിഗ് ഇടണ്ട കേട്ടോ, കുറച്ച് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുടച്ച് കളഞ്ഞിട്ട് നമുക്ക് ഐ ഷാഡോ പാലറ്റ് എടുക്കാം. ഒരു 2 ഐ ഷാഡോ പാലറ്റിൽ ഞാൻ ഈ ഒരു ഐ ഷാഡോ പാലറ്റാണ് ചൂസ് ചെയ്യണത്. ഇതിലത്തെ കളേഴ്സൊക്കെ ഭയങ്കര ന്യൂഡാണ് ആൻഡ് ഭയങ്കര പിഗ്മെന്റഡ് ആണ് കേട്ടോ. അടിപൊളിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കളേഴ്സ് ലൈക്ക് പിങ്കിഷ് ഷെയ്ഡാണ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു സാരിക്ക് മാത്രമേ മാച്ച് ആവുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഐ പാലറ്റിന് വലിയ ഗുണമില്ല. അപ്പോൾ ഇത് ഞാൻ നല്ലൊരു പിങ്കിഷ് ഷെയ്ഡ്, ലൈറ്റ് പിങ്കിഷ് ഷെയ്ഡ്
എടുത്തിട്ട് ഞാൻ കണ്ണിൽ ഫുൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ലോണം അപ്ലൈ ചെയ്യുന്നുണ്ട്. അടിയിലും ഞാൻ അത് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്യണം. ഞാൻ കൈ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് വെച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ബൈറ്റ്സ് 5 രൂപയുടെ ഈ ഒരു ബൈറ്റ്സ് നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാത്തതുകൊണ്ടെങ്കിൽ ഈ ഒരു ബൈറ്റ്സ് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. ആദ്യം ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ ഇത് കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ പണ്ട് ബൈറ്റ്സില്ലേ, പണ്ടത്തെ ആ ബൈറ്റ്സ് ഞാനൊരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിലാണെന്ന് തോന്നുന്നു. അത് അടിപൊളി ബൈറ്റ്സ് ആയിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി കണ്ണ് എഴുതാട്ടോ. ഐലൈനറായിട്ട് ലൈറ്റിൻ്റെ ഐലൈനറാണ് എടുക്കണേ ഞാൻ. അപ്പോൾ കാജൽ എഴുതാണ്ടാണ് ഞാൻ ഐലിഡിൽ എഴുതാണ്ട് അടിയിലായിട്ടാണ് കേട്ടോ ഞാൻ എഴുതണത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാജൽ എഴുതാറില്ല. അപ്പോൾ ഇതേ ഇങ്ങനെ ചുമ്മാ അങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ലോണം കട്ടിക്ക് തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ കണ്ടില്ല, ഇങ്ങനെയാണ് കണ്ണ് വന്നിട്ട്. മുകളിൽ എഴുതി കൊടുക്കണില്ല, കാരണം എൻ്റെ മോന്ത കുറച്ച് തടിച്ചായതുകൊണ്ട് മുകളിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എന്തോ പോലെയാണ്. അടിയിൽ മാത്രമേ എഴുതി കൊടുക്കണുള്ളൂ കേട്ടോ ഞാൻ. എന്നിട്ട് മസ്കാര ഇടുന്നുണ്ട്. ഈ ഒരു മഞ്ഞ മസ്കാര മെബിലിൻ്റെ ആണ് കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ മാസിൻ്റെ മസ്കാര ഈ അടുത്ത് വാങ്ങിയത് എടുക്കുകയാണ്. ഇതിൻ്റെ ബ്രഷ് എനിക്ക് ഇഷ്ടമായില്ല, പക്ഷെ പൊള്ളിയാണ് കേട്ടോ. മെബിലിനേക്കാളും അടിപൊളി മസ്കാര. ലാഷസൊക്കെ നല്ല അടിപൊളിയുടെ ഡിഫൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ മെബിലിൻ്റെ ബ്രഷാണ് അടിപൊളി. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെബിലിൻ്റെ ബ്രഷ് കൊണ്ട് ഒന്നും കൂടി ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെബിലിൻ്റെ ബ്രഷ് അടിപൊളിയാണ് കേട്ടോ. മാസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മെബിലിൻ്റെ ബ്രഷ് അടിപൊളിയാണ്. നമ്മുടെ ഐ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇടാം. അപ്പോൾ ഞാൻ ആ ലിപ് ബാം ഒന്ന് തുടച്ച് കളയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഡാസ്ലറിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഇട്ടേക്കണേ. നല്ലൊരു റെഡിഷ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഹൈലൈറ്റർ ബ്ലഷ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ബ്ലഷ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ബ്ലഷ് മറക്കണ്ട, കാരണം എനിക്ക് ബ്ലഷ് ഇട്ടാൽ ഭംഗിയില്ല. അതുകൊണ്ടാണ് ഞാൻ ബ്ലഷ് ഇടാത്ത കേട്ടോ. അപ്പോൾ ഞാൻ മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീമാണ് യൂസ് ചെയ്തേക്കണം. 1400 രൂപയാണ് കേട്ടോ അതിന് പകരം നിങ്ങൾക്ക് എൻവൈബയുടെ സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യാം. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ ഞാൻ മീഷോന്ന് വാങ്ങിയ 149 രൂപയുടെ മാലയാണ് കേട്ടത്. അടിപൊളി മാലയാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ.